digestion of food, how the digestion occurs inside the alimentary tract. Okay, അതാണ് നമ്മൾ ഈ സെഷനിൽ കാണാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള ഡൈജഷൻ നടക്കും. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് മെക്കാനിക്കൽ ഡൈജഷൻ, ദെൻ വി ക്യാൻ സേ ദ കെമിക്കൽ ഡൈജഷൻ. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഇൻജസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ ഫുഡ് മൗത്തിലേക്ക് എടുത്തതിന് ശേഷം ആ ചൂയിങ്ങും മിക്സിങ് ദ ഫുഡ് വിത്ത് ദ സലൈവ, അതൊരു മെക്കാനിക്കൽ ഡൈജഷനാണ്. അതേപോലെ തന്നെ നമ്മൾ ഫുഡ് നമ്മുടെ വയറ്റിലെത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൊമക്ക് റീജിയനിലെത്തി കഴിയുമ്പോൾ there also it will undergo a mixing inside the stomach. അതേപോലെ from stomach when it reaches to the small intestine, there also it will undergo mixing. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഡൈജഷൻ ഇറ്റ് മേജർലി ഒക്കേഴ്സ് ഇൻ ദ മൗത്ത്. മൗത്തിലാണ് സാധാരണ ഒരുപാട് എന്താ പറയുക മേജർലി അത് നടക്കുന്നത്. ബാക്കിയൊക്കെ ദ ചേർണിംഗ് മൂവ്മെന്റ് ആൻഡ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഓഫ് ദ ഫുഡ് വിച്ച് ഒക്കേഴ്സ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ intestine, that also lead to mechanical digestion. Mechanical digestion എന്ന് പറയുന്നത് അതിനകത്ത് എന്തുണ്ടാവില്ല, the chemicals or the enzymes, it is not secreted there. Okay, അതായത് മെക്കാനിക്കൽ ഡൈജഷനിൽ just mastication of the food and mixing of the food. Okay, so here digestion of the food, it occurs in different parts of our alimentary tract, that is mouth, stomach and small intestine. മൗത്തിലും സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുമാണ് ഡൈജഷൻ ഓഫ് ദ ഫുഡ് നടക്കുന്നത്. So here mouth, it undergo digestion with the help of, inside the mouth the digestion it occurs with the help of enzyme called salivary amylase. അല്ലെ, സലൈവറി അമൈലേസ് എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് സലൈവറി അമൈലേസ് എന്ന് പറയുന്നത്? pH 6.8 ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എൻസൈമാണ് സലൈവറി അമൈലേസ്. സലൈവ ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം 3 pairs of parotid glands, 3 pairs of salivary glands we said, that is parotid gland, submaxillary അല്ലെങ്കിൽ submandibular gland and sublingual gland എന്ന് പറഞ്ഞ അല്ലേ. അതിനകത്തുനിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സലൈവയുടെ മേജർ പോർഷൻ, അതിന് എൻസൈമാറ്റിക് പോർഷൻ എന്ന് പറയുന്നത് സലൈവറി അമൈലേസും ലൈസോസൈമും ആണ്. അത് കൂടാതെ അതിന് മ്യൂക്കസിന്റെ വാട്ടർ കണ്ടന്റും ഇലക്ട്രോലൈറ്റും ഉണ്ട്. സോ ഹിയർ pH ഓഫ് ദ സലൈവ ഇറ്റ് വിൽ ബി 6.8. ഒരാളുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരാളുടെ മൗത്തിൽ ഒരു ദിവസം 1 to 1.5 liters of saliva will be produced. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സലൈവറി അമൈലേസ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. 30% of the carbohydrate will be digested inside the mouth itself. 30% of carbohydrate digest inside the mouth itself and it will be converted. Carbohydrate is converted to maltose. എന്താ ഈ മാൾട്ടോസ് എന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്, 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ ചേർന്നാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. ആ ഒരു ഫോമിലേക്ക് ഒരു 30% ഷുഗറിനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ അത് കൺവേർട്ട് ചെയ്ത് തരും. അതേപോലെ നമ്മുടെ മൗത്തിൽ ഡ്യൂ ടു ദ മാസ്റ്റിക്കേഷൻ ഓഫ് ദ ഫുഡ് അല്ലെങ്കിൽ ചൂയിങ് ഓഫ് ദ ഫുഡ് ആൻഡ് മിക്സിംഗ് ഓഫ് ദ ഫുഡ് വിത്ത് ദി സലൈവ, ഇറ്റ് വിൽ മേക്ക് എ സ്ട്രക്ചർ കോൾഡ് ആസ് ബോളസ്. അതായത് നമ്മുടെ മൗത്തിൽ സലൈവയുടെ മ്യൂക്കസും അതേപോലെ തന്നെ ഫുഡും എല്ലാം കൂടിയിട്ട് അത് ചൂയിങ് കൊണ്ട് അത് ചവച്ച് അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്ന ആ ഒരു സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ബോളസ്. Okay, bolus, it will undergo deglutition. Deglutition എന്ന് പറയുന്നത് എന്താ? Swallowing. It will undergo swallowing and reaches to the stomach. So bolus, it is nothing but the food which is passing from the mouth. Mouth നിന്ന് പാസ് ചെയ്യുന്ന ഫുഡിനെയാണ് നമ്മൾ ബോളസ് എന്ന് പറയാം. Swallowing, it occurs with the help of tongue and soft palate. നമ്മുടെ സോഫ്റ്റ് പാലേറ്റും ടങ്ങിന്റെ ഹെൽപ്പ് കൊണ്ടാണ് swallowing നടക്കുന്നത്. That make the food to reach to pharynx. Pharynx is the region where that is the common passage for food and air, and we can see from there it will enter into esophagus. Esophagus, when it reaches, there is no digestion occurs in this part, and there the movement of food it occurs due to the muscularis layer rhythmic contraction and relaxation. നമ്മൾ പറഞ്ഞു എലിമെന്ററി ട്രാക്റ്റിന്റെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും അതുപോലെ തന്നെ സർക്കുലർ മസിൽസും ഒബ്ലിക് മസിൽസും ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. ആ മസ്കുലാരിസ് ലെയറിന്റെ rhythmic contraction and relaxation കൊണ്ട് it will form a peristaltic movement in the esophagus. Peristaltic movement in esophagus and reaches to the stomach. Esophagus, it opens to the stomach through a sphincter that is called as gastroesophageal sphincter. It opens through gastroesophageal sphincter. Okay.
Now we can say here the digestion, it occurs for 30% of carbohydrate, it will undergo digestion to maltose. Maltose is a disaccharide which consists of 2 glucose molecule. Okay, appo food mouth in the bolus formula bolus formula povuna food, it enters into pharynx and esophagus. Esophagus, through which it will undergo a rhythmic contraction or relaxation. Due to that, it will undergo a peristaltic movement and reaches to the stomach through the gastroesophageal sphincter. And now in the stomach region, that food, it will remain inside the stomach around 4 to 5 hours. 4 മുതൽ 5 മണിക്കൂർ വരെ നമ്മുടെ സ്റ്റൊമക്കിൽ ആ ഫുഡ് റിമെയിൻ ചെയ്യും. And we can see this stomach, it will secrete HCl. It will secrete from parietal or oxyntic cells, right? And we can see the stomach, it is secreting the pepsinogen, that is from peptic cells, or we can say chief cells or serous cells. Angante cells in the pepsinogen secreting, that is for the digestion of protein to proteoses and peptones. Peptones and proteoses ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി പ്രോട്ടീൻസിന്റെ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണ്. അതേപോലെ this also secrete another secretion like mucus. Mucus will be secreted from the goblet cells or mucous neck cells. അപ്പോൾ HCl, it will provide the pH. HCl provide the pH that is 1.8. 1.8 pH will be given by HCl, and we can see 4 to 5 hours this food when it is present inside the stomach. This stomach wall, it will undergo a kind of movement for mixing the food with this gastric secretion. അതായത് സ്റ്റൊമക്കിൽ നിന്നുള്ള സെക്രേഷനുമായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൊമക്ക് ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് നടത്തും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ചേർണിംഗ് മൂവ്മെന്റ്. അതിന് പറയുന്ന പേരാണ് ചേർണിംഗ് മൂവ്മെന്റ്. ചേർണിംഗ് മൂവ്മെന്റ് നടത്തുമ്പോൾ ഈ സ്റ്റൊമക്കിലുള്ള ഫുഡിന് അപ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ഖൈം. അപ്പോൾ ബോളസ് എന്നുള്ള ഫോമിൽ നിന്ന് ഖൈമിലേക്ക് അത് മാറി. ഖൈം, ഇറ്റ് വിൽ ബി ഹൈലി അസിഡിക്. അത് ഹൈലി അസിഡിക് ആയിരിക്കും ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് HCl. ഇനി HClന്റെ പ്രസൻസിൽ പെപ്സിനോജൻ, ഇറ്റ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ടു പെപ്സിൻ, ആൻഡ് വി ക്യാൻ സി ദിസ് പെപ്സിൻ, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ കൺവേർട്ടിംഗ് ദ പ്രോട്ടീൻ ടു proteoses and peptones. Proteoses and peptones. Peptones or peptides we can say. Okay, that is a unit convert. That is protein digestion chain. In the case of infants, there is another hormone, another enzyme which is produced, that is called as renin. Reninum is produced. So here protein, it will undergo digestion and it will form proteoses and peptones, and this is with the help of pepsin. Pepsin is activated by pepsinogen is activated by pepsin. Pepsinogen is activated as pepsin by the help of HCl. HCl will help in activating pepsinogen to pepsin. Okay, now we can see here the mucus secretion occurs. Okay, before that, the prorenin. Prorenin is a hormone which is secreting in the stomach of infants. Infants will secrete in that. This will be converted in the form of renin, and this renin, it will help in converting the milk protein to partial digested form, or digestion of milk protein. It occurs. Milk protein digestion, it causes with the help of this prorenin when it is getting activated in the form of renin. Renin ennu parayna ividuthe renin enzyme aanu, hormone alla. Hormone renin, it is secreted from the evidna secrete cheyna kidney nu secrete cheynana renin alla, RENIN renin, that is associated to juxtaglomerular apparatus. Ividuthe ee renin nu parayna, that is secreted from the gastric glands, and this will help in the digestion of milk protein. And we can see the secretion of mucus secretion from the stomach wall, that will help in protecting the stomach, and this mucus secretion, it occurs from the goblet cells. Appo ividuthe digestion nu parayunnathu, protein in the presence of pepsin, it will be converted to proteoses and peptones, and only in the infants we can see the prorenin or renin, it will be helping in converting the milk protein to
partially digested form. Okay, so this is the digestive part of stomach. Now we can see in the small intestine. Small intestine, it will receive the secretions from the small intestine. It receives the secretions from. Okay, I'll write here and okay. Small intestine, it receives the secretions from liver. It will receive the secretion from pancreas. It has the secretions from the small intestine itself, right? So here, liver, it will secrete bile. Bile, it will help in emulsifying the food. Okay. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ പറഞ്ഞു ആ സ്റ്റൊമക്കിന്റെ ഉള്ളിലെ ഫുഡിന്റെ മൂവ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്? എ കൈൻഡ് ഓഫ് ചർണിംഗ് മൂവ്മെന്റ് ആണ് അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് കൈം. ദ ഫുഡ് വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ സ്റ്റൊമക്, ദാറ്റ് ഈസ് കോൾഡ് ആസ് കൈം. ദ ഫുഡ് വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ this one mouth, it is called as bolus. Now when this chyme is entered inside the small intestine after 4 or 5 hours, 4-5 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഫുഡിന് പറയുന്ന പേരാണ് കൈൽ. പിന്നെ പറയുന്ന പേരെന്താണ്? കൈൽ. And this food, it will undergo again a kind of rhythmic contraction and relaxation. It occurs in the small intestine, that is a peristaltic movement. Okay, esophagus-il നടക്കുന്ന പോലെ തന്നെ ഒരു peristaltic movement എവിടെ നടക്കുന്നുണ്ട്? Intestinal region-ൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ small intestine-ൽ നടക്കുന്നുണ്ട്. That will help in mixing the food with the secretion from liver, pancreas and small intestine. അതായത് പാൻക്രിയാസിൽ നിന്നും ലിവറിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഉള്ള സെക്രീഷനുമായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്നർത്ഥം. ആ ഫുഡ്, അതായത് കൈം, വെൻ ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻസൈഡ് ദ ഡിയോഡിനം റീജിയൻ, ദ ഫുഡ് വിൽ ബി ഹാവിംഗ്, ഓർ ദ ഡിയോഡിനം റീജിയൻ ഓർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വിൽ ബി ഹാവിംഗ് ദ pH ഓഫ് 7.8. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ pH എത്രയാണ്? 7.8. ഇവിടുത്തെ pH എത്രയാണ്? 1.8. ഇവിടുത്തെ pH എത്രയാണ്? 6.8. Okay, so 7.8 alkaline pH, that will be given by pancreatic bicarbonate. So bile, it is secreted from liver, that will help in emulsifying the food. Bile, it consists of 2 different parts, that is bile pigment and bile salt. Bile pigments are bilirubin and biliviridin. Bile salt are sodium glycocolate and sodium taurocholate. Okay, that will help in emulsification of food, and it also provide the alkaline condition in the duodenum region. Duodenum region alkaline condition കൊടുക്കാനും അത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ NCERT ടെക്സ്റ്റ് അങ്ങനെ ഒരു പോയിന്റ് കൊടുത്തിട്ടില്ല. So you just remember, majorly pancreatic secretion will make the alkaline pH inside the small intestine. Okay, pancreatic secretions ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. Pancreas, it will help in, this is emulsification of food, there is no digestion. Okay, so pancreas, it will secrete bicarbonate. Bicarbonate, it will help in providing the alkaline pH inside the duodenum region or in the small intestine. Okay, there is no digestion in that region. Now we can see pancreas, it secretes another hormone called as trypsinogen. Trypsinogen, again, it will help in converting the proteoses and peptones to peptides. Proteoses and peptones, it will be converted to peptide. Okay, and next one, chymotrypsinogen. ഇവിടെ ട്രിപ്സിനോജൻ എന്ന് പറയുന്ന ഹോർമോൺ എൻസൈം എപ്പോഴും ഇനാക്റ്റീവ് ആണ്. അതിന്റെ ആക്റ്റീവ് ഫോം ആണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ പ്രോട്ടിയോസിസ് ആൻഡ് പെപ്റ്റോൺസ്, ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പെപ്റ്റൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രിപ്സിൻ എഴുതിയേക്കുന്നത് കേട്ടോ. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ. With the presence of chymotrypsin, again it will be converted into peptide, and we can see another enzyme, procarboxypeptidase. It will be converting the proteoses and peptones into peptide with the help of carboxypeptidase. Okay, now these are the 3 protein digesting enzymes which is secreted from the pancreas. But pancreas in the case, when these undergo digestion, it will convert these proteoses and peptones into
ഡൈപെപ്റ്റൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആരൊക്കെ ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്? ഈ ട്രിപ്സിനും കൈമോട്രിപ്സിനും അതുപോലെ തന്നെ കാർബോക്സി പെപ്റ്റിഡേസും കൂടി കൂടിയിട്ടാണ് പ്രോട്ടിയോസിനെയും പെപ്റ്റോൺസിനെയും എന്താക്കി മാറ്റുന്നത്? ഡൈപെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത്. Now we will see the next enzyme which is secreted from this pancreas, that is pancreatic lipases. Pancreatic lipase എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ this will convert the lipid molecule into pancreatic lipase. It will convert lipid molecule into diglycerides and monoglyceride. Okay, diglycerides and monoglyceride. So pancreatic lipase, it is activated with the help of bile. കാരണം എന്താ? ബൈൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാറ്റിന്റെ എമൽസിഫിക്കേഷൻ നടന്ന് ഓരോ ഫാറ്റിനെയും തിരിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ ഓരോ ഫാറ്റിനെയും തിരിച്ചു കൊടുത്താൽ മാത്രമാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. Now next one, it is pancreatic amylase. Pancreatic amylase, it will help in converting the carbohydrate into, or the starch molecule into disaccharide. It is converted into disaccharide. And we can see next one is pancreatic nucleases. There we can see the nucleic acid, it is converted to nucleotides and nucleosides. Okay, so these are the different enzymes which is secreted from pancreas. Pancreas in secrete ചെയ്യുന്ന കുറേ എൻസൈംസും അതിന്റെ ഫങ്ഷൻസും ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് നമ്മൾ ഇനി ഇവിടെ പറയാനുള്ളൂ. ട്രിപ്സിനോജൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എൻസൈംസും, അതായത് കൈമോട്രിപ്സിനോജനും പ്രോകാർബോക്സി പെപ്റ്റിഡേസും ഒക്കെ ആക്റ്റീവ് ആക്കിക്കോളും കേട്ടോ. ട്രിപ്സിൻ വന്നിട്ട് അതിനെല്ലാം ആക്റ്റീവ് ആക്കിക്കോളും. അപ്പൊ ട്രിപ്സിനോജനെ ആക്റ്റീവ് ആക്കുന്ന ഒരു എൻസൈം that is secreted from the small intestine. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സെക്രീറ്റ് ചെയ്യുന്ന enterokinase എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഈ പറയുന്ന ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നത് കേട്ടോ. Now the major pancreatic enzymes that include protein digesting enzymes are trypsinogen, chymotrypsinogen, procarboxy peptidase. These three enzymes are inactive. Trypsinogen get activated by the secretion from small intestine, that is enterokinase, and that trypsin, it will convert the remaining inactive enzyme to active enzyme. And we can see pancreatic lipase is there that will help in the digestion of lipid, and activation of pancreatic lipase, it will be done with the help of bile, because bile will help in emulsification of fat. And here the lipid, it will be converted into diglyceride and monoglyceride. നമുക്കറിയാം diglyceride എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്ലിസറോൾ മോളിക്യൂളും ഒരു ഫാറ്റി ആസിഡും കൂടുന്നതാണ് ഡൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ രണ്ട് ഫാറ്റി ആസിഡും കൂടുന്നതാണ് ഒരു ഡൈഗ്ലിസറൈഡ് എന്ന് പറയാം. അതേപോലെ മോണോഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോൾ മോളിക്യൂളും കൂടുന്നതാണ് monoglyceride എന്ന് പറയുന്നത്. So pancreatic lipase, it will convert the lipid into diglyceride and monoglyceride. അതേപോലെ pancreatic amylase, it will convert carbohydrate into disaccharides, and pancreatic nucleases, it will convert nucleic acid into nucleotides and nucleosides. അതുപോലെ നമ്മൾ ബൈലിന്റെ സെക്രീഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ബൈലിന് ബിലിറൂബിനും ബിലിവെറിഡിനും ബൈൽ സോൾട്ട്, സോഡിയം ഗ്ലൈക്കോകൊലേറ്റും സോഡിയം ടോറോകൊലേറ്റും ഞാൻ പറഞ്ഞുള്ളൂ. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ സം ഫോസ്ഫോലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ. അത് ഓർത്തിരുന്നോളൂ കേട്ടോ. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ സം ഫോസ്ഫോലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ. Now this pancreatic secretion, it will help in digestion of these many molecules. Now we will see how the digestion it occurs inside the small intestine with the help of succus entericus or intestinal secretion. Succus entericus or intestinal secretion. So succus entericus or intestinal secretion, it include enterokinase. Enterokinase എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? This will activate the trypsinogen. It will activate trypsinogen to trypsin. Activate trypsinogen to trypsin. Okay. Activate trypsinogen to trypsin. And we can see the next enzyme which is produced from the small intestine, that is nothing but the
disaccharidase enzyme. Sorry, first one we will say, according to this order only, we will say dipeptidase enzyme. Dipeptidase enzyme that will help in converting dipeptide to amino acid. Dipeptide to amino acid. And we can see the next enzyme which is secreted from here, that is the lipase enzyme. Lipase enzyme that will help in converting diglyceride to monoglyceride and fatty acid and monoglyceride to glycerol and fatty acid. Okay, so lipase, it will convert diglyceride to monoglyceride and fatty acid, and monoglyceride it will be converted to glycerol and fatty acid. And we can see the next enzyme, that is disaccharidase enzyme. Disaccharidase enzyme, there are different types. This disaccharidase enzyme, there are different types. Disaccharides major lactose is a disaccharide, sucrose is a disaccharide, maltose is a disaccharide, right? So here we can say different types of disaccharidase enzyme as lactase. Lactase, it will help in converting lactose to glucose and galactose. Okay, lactase, it will help in converting lactose to glucose and galactose. And we can see sucrose is converted in the presence of sucrase into glucose and fructose. Sucrose, it is converted in the presence of sucrase into glucose and fructose. And we can see maltose, it is converted in the presence of maltase into glucose and glucose. Okay, these are the different types of disaccharidase enzyme which is present in the small intestinal secretion. Now the next enzyme which is present in the intestinal secretion, it is nucleotidase. Nucleotidase, it will help in converting nucleotide to nucleosidase. Sorry, nucleoside and phosphate. Okay, so here we can say nucleotide it is converted to nucleotidase and nucleotide it is converted in the form of nucleoside and phosphate in the presence of nucleotidase enzyme. Then another type of hormone which is present in this small intestine, it is nucleosidase. That will convert the nucleoside to nitrogen base and sugar, pentose sugar. Okay, this is nothing but the nucleoside. Okay, so these are the different enzymes produced from different parts of our body. We can get the final product as the carbohydrate. It will undergo digestion in the form of glucose molecule, right? So it can undergo absorption in the form of glucose, galactose, fructose. Okay, these different molecules can be absorbed by our blood capillaries. Okay, nucleic acid can be absorbed in the form of phosphate, nitrogen base and sugar. Nucleic acid digestion, fat, it can be absorbed in the form of glycerol and fatty acid. See, glycerol and fatty acid, it can be absorbed.
so carbohydrate and fat absorption, it is over. Now we can see the dipeptidase, it will be converting the dipeptide into amino acid, we said, right? So amino acid also can be absorbed by our small intestine, so absorbed by the blood capillaries present in the small intestine. Appo nammada complete digestion of food has been over, right? Food digestion, it occurs inside different parts of our alimentary canal. നമ്മുടെ alimentary canalന്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് ഫുഡിന്റെ complete digestion നടക്കുക. We can see in the mouth region salivary amylase in the presence ഏകദേശം 30% സ്റ്റാർച്ച് വന്നിട്ട് മാൾട്ടോസ് മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്രൈഡ് ആണ്, അത് 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. ആ മൗത്തിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ആ ഫുഡിന് നമ്മൾ പറയുന്ന പേര് ബോളസ് എന്നാണ്. ഡീഗ്ലൂട്ടീഷൻ വഴി ഫാരിങ്സിൽ കൂടെ ഈസോഫാഗസ് വഴി അത് സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യും. ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ദാറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്ഫിങ്ക്റ്റർ. സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഫുഡ് ഒരു 4-5 മണിക്കൂർ വരെ സ്റ്റൊമക്കിൽ നിൽക്കും. ആ സമയത്ത് നമ്മൾ ആ ഫുഡിന് പറയുന്ന പേര് കൈം എന്നാണ്. സ്റ്റൊമക്കിന്റെ സെക്രീഷൻ ആണ് HCl-ഉം പെപ്സിനോജനും അതുപോലെ മ്യൂക്കസും മേജർ സെക്രീഷൻസ്. ഇൻഫൻസിന്റെ കേസിലാണെങ്കിൽ അവർക്ക് റെനിന്റെ സെക്രീഷനും കൂടെ കാണും. അപ്പോൾ സ്റ്റൊമക്കിലേക്ക് എത്തുന്ന ഫുഡ് ആ സ്റ്റൊമക്കിന്റെ ചേർണിങ് മൂവ്മെന്റ് കൊണ്ട് ഈ എല്ലാ സെക്രീഷൻസും ആയിട്ട് മിക്സ് ആവുകയും അവിടുത്തെ പെപ്സിനോജിന്റെ ഹെൽപ്പ് കൊണ്ട് പെപ്സിനോജിൻ HCl-ന്റെ ഹെൽപ്പ് കൊണ്ട് പെപ്സിനായിട്ട് മാറും. ആ പെപ്സിന്റെ ഹെൽപ്പ് കൊണ്ട് പ്രോട്ടീൻസ് വന്നിട്ട് പെപ്റ്റോൺസും പ്രോട്ടിയോസിസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ആ ഫുഡ് എൻ്റർ ചെയ്യുന്ന 4-5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഫുഡ് കൈൽ എന്ന ഫോമിൽ ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻസൈഡ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ത്രൂ ദ പൈലോറിക് സ്ഫിങ്ക്റ്റർ. പൈലോറിക് സ്ഫിങ്ക്റ്റർ വഴി അത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിയോഡിനത്തിലേക്ക് എൻ്റർ ചെയ്യും. ഡിയോഡിനത്തിലേക്ക് റിസീവ് ചെയ്യുന്ന 2 സെക്രീഷൻസ് ഉണ്ട്. ഒന്ന് ലിവറിന്റെ സെക്രീഷനും ഒന്ന് പാൻക്രിയാസിന്റെ സെക്രീഷനുമാണ്. ലിവറിന്റെ സെക്രീഷൻ വന്നിട്ട് ബൈലാണ്. ബൈലിന്റെ മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത് മേജർ കമ്പോണൻസ് എന്ന് പറയുന്ന ബൈൽ പിഗ്മെന്റും ബൈൽ സോൾട്ടും അതേപോലെ തന്നെ കൊളസ്ട്രോള്, ഫോസ്ഫോലിപ്പിഡ്, ഇതൊക്കെയാണ്. അതിനകത്ത് ബൈൽ പിഗ്മെന്റ് എന്ന് പറയുന്ന ബിലിറൂബിനും ബിലിവിരിഡിനുമാണ്. ബൈൽ സോൾട്ട് സോഡിയം ഗ്ലൈക്കോകോളേറ്റും സോഡിയം ടോറോകോളേറ്റുമാണ്. ഇനി നമ്മൾ നോക്കിയാൽ ഈ ബൈലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റും അതുപോലെ പാൻക്രിയാറ്റിക് ലിപ്പേസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. ഈ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് മോളിക്യൂൾസിനെ തമ്മിൽ ആഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റ് മോളിക്യൂളിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബൈലിന്റെ ഫംഗ്ഷൻ. അതേപോലെ വി ക്യാൻ സി നെക്സ്റ്റ് സെക്രീഷൻ ഫ്രം ദ പാൻക്രിയാസ്. പാൻക്രിയാസിൽ നിന്നുള്ളതാണ് അടുത്ത സെക്രീഷൻ. പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ബൈകാർബണേറ്റ് ആണ്. ബൈകാർബണേറ്റ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ആൽക്കലൈൻ pH കൊടുക്കുന്ന സെക്രീഷനാണ് ബൈകാർബണേറ്റ്. അതേപോലെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ബാക്കി പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ട്രിപ്സിനോജനും കൈമോട്രിപ്സിനോജനും പ്രോകാർബോക്സി പെപ്റ്റിഡേസും ആണ്. ഇത് മൂന്നും ഇനാക്റ്റീവ് ആയിട്ടാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ട്രിപ്സിനോജൻ ആക്റ്റീവ് ആക്കുന്ന എൻസൈം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സെക്രീറ്റ് ചെയ്യുന്ന എൻട്രോകൈനേസ് ആണ്. ട്രിപ്സിനോജൻ ട്രിപ്സിനായിട്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ആ ട്രിപ്സിൻ ബാക്കി എല്ലാത്തിനെയും ആക്ടിവേറ്റ് ആക്കിക്കോളും. Then the next enzyme pancreatic lipase ആണ്, പിന്നെ pancreatic amylase, പിന്നെ pancreatic nucleases ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമായ ട്രിപ്സിനും കൈമോട്രിപ്സിനും കാർബോക്സി പെപ്റ്റിഡേസും കൂടിയിട്ട് പ്രോട്ടിയോസിനെയും പെപ്റ്റോൺസിനെയും വന്നിട്ട് ഡൈപെപ്റ്റൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യിപ്പിച്ചോളും. ലിപ്പേസസ് വന്നിട്ട് ലിപ്പിഡ് മോളിക്യൂളിനെ ഡൈഗ്ലിസറൈഡും മോണോഗ്ലിസറൈഡും ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കും. അതേപോലെ ന്യൂക്ലിയൈസസ് വന്നിട്ട് ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡ്സും ആയിട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ അതേപോലെ പാൻക്രിയാറ്റിക് അമൈലേസസ് വന്നിട്ട് സ്റ്റാർച്ചിനെ ബാക്കിയുള്ള സ്റ്റാർച്ചിനെ ഡൈസാക്കറൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കും. Then the next secretion it is coming from the small intestine. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നുള്ള സെക്രീഷൻ നമ്മൾ പറയുന്നത് സക്കസ് എൻറ്ററിക്കസ് എന്നാണ്. സക്കസ് എൻറ്ററിക്കസിൽ കാണുന്ന ഒരു എൻസൈം അത് എൻട്രോകൈനേസ്, അത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. പാൻക്രിയാറ്റിക് ട്രിപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. ബാക്കി എൻസൈംസ് അതിനകത്തുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡൈപെപ്റ്റിഡേസ് എൻസൈം ഡൈപെപ്റ്റൈഡിനെ അമിനോ ആസിഡാക്കി മാറ്റുന്നതാണ്. അതേപോലെ ഡൈസാക്രൈഡൈസ് എൻസൈം ഡൈസാക്രൈഡിനെ ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് ആക്കി മാറ്റുന്നതാണ്. അതേപോലെ ലിപ്പേസസ് എൻസൈം വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇൻറ്റസ്റ്റിനൽ ലിപ്പേസസ് എന്ന് പറയും. ഇൻറ്റസ്റ്റിനൽ ലിപ്പേസസ് വന്നിട്ട് ഡൈഗ്ലിസറൈഡിനെ മോണോഗ്ലിസറൈഡും ഫാറ്റി ആസിഡും ആക്കി മാറ്റും, മോണോഗ്ലിസറൈഡിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആക്കി മാറ്റും. അതേപോലെ ഡൈസാക്രിഡൈസ് പലതരത്തിലുണ്ട്. അത് ഏത് തരത്തിലുള്ള ഷുഗർ ആണോ ഏത് തരത്തിലുള്ള ഡൈസാക്രൈഡ് ആണോ ഉള്ളത് അതനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈസാക്രിഡൈസ് ആർ ദെയർ. ഒന്ന് ലാക്ടേസ്, പിന്നൊന്ന് സൂക്രൈസ്, പിന്നൊന്ന് മാൾട്ടേസ്. അതുപോലെ ഇത് മൂന്നുമാണ് മേജർലി കാണുന്ന ഡൈസാക്രിഡൈസ് എൻസൈം.
ലാക്ടേസ് വന്നിട്ട് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. ഈ ഗ്ലൂക്കോസിനെയും ഗാലക്ടോസിനെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യാവുന്നതാണ്. അതുപോലെ സൂക്രേസ് വന്നിട്ട് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. അതുപോലെ മാൾട്ടേസ് വന്നിട്ട് മാൾട്ടോസിനെ ഗ്ലൂക്കോസും ആക്കി മാറ്റും. ഇതാണ് ഡൈസാക്രിഡേസ് എൻസൈം സെക്രീറ്റഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പിന്നെ ഉള്ളത് ന്യൂക്ലിയോറ്റിഡേസ് എൻസൈം ആണ്. ന്യൂക്ലിയോറ്റിഡേസ് എൻസൈം വന്നിട്ട് ന്യൂക്ലിയോടൈഡിനെ ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനകത്ത് ഫോസ്ഫേറ്റിനെ നമ്മുടെ ബോഡിയിലേക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാവുന്നതാണ്. ന്യൂക്ലിയോസൈഡിനെ ന്യൂക്ലിയോസിഡേസ് വന്നിട്ട് വീണ്ടും ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ദാറ്റ് വിൽ കൺവേർട്ട് ദിസ് ഇൻ ടു നൈട്രജൻ ബേസ് ആൻഡ് ഷുഗർ. ആ നൈട്രജൻ ബേസിനെ ഷുഗറിനെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞ മേജർ സോഴ്സസ് ഓഫ് ഫുഡ് വിച്ച് വി ആർ ടേക്കിംഗ് ഓർ ഇൻജെക്ഷൻ ഇറ്റ് ഒക്കേഴ്സ് ഫോർ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ആണ്. ഇത് മൂന്നും ഡൈജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. കാർബോഹൈഡ്രേറ്റ് മോണോസാക്രൈഡ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യണം. ദാറ്റ് മേ ബി ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ഓർ ഫ്രക്ടോസ്. അത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാം. അതിന്റെ ഡൈജഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. അതേപോലെ പ്രോട്ടീൻ ഇറ്റ് ഹാസ് ടു ബി ഡൈജസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിനെ നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാം. അപ്പൊ അമിനോ ആസിഡിന്റെ ഡൈജഷനും കംപ്ലീറ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെക്രീഷനോട് കൂടി അതും കഴിഞ്ഞ് അമിനോ ആസിഡിനെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാവുന്ന തരത്തിലായി. അതുപോലെ ലിപ്പിഡ് മോളിക്യൂൾ അല്ലെങ്കിൽ ഫാറ്റ് മോളിക്യൂളിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആയിട്ടേ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഡൈജഷൻ പാർട്ടിൽ നമ്മൾ അതും കണ്ടു. ഇറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഡൈജഷൻ ഓഫ് ഫുഡ് വിച്ച് occurs inside the elementary tract. elementary tractൽ നടക്കുന്ന ഫുഡിന്റെ ഡൈജഷൻ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് കേട്ടോ. Now we will see the next session. We will see how the absorption of food it take place in different parts of our elementary tract. elementary tractൽ എങ്ങനെയാണ് different types of food absorb ചെയ്യപ്പെടുന്നത്. That we will see in the next session.